വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിച്ചു. മേപ്പാടി എരുമക്കൊല്ലി പൂളക്കുന്ന് ഉന്നതിയിലെ ആറുമുഖനാണ് മരിച്ചത്. പ്രദേശത്ത് പ്രതിഷേധം, നാട്ടുകാരും DFIയുമുള്ള പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം തുടരുകയാണ്. പ്രശ്നക്കാരനായ ഒറ്റയാനാണ് ഈ ആക്രമണം നടത്തിയത്, ആറുമുഖത്തിന്റെ ജീവനെടുത്തതെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത്. ആനയെ അടിയന്തരമായി മയക്കുവെടി വെക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഇപ്പോൾ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ആര്യ, നാട്ടുകാർ പറയുന്നത് അറുമുഖന് ജീവനെടുത്തത് ഒറ്റയാനാണ്. അതുകൊണ്ട് ആ ഒറ്റയാനെ മയക്കോട് വെച്ച് പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ അത് വേഗത്തിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന DFIക്ക് ഒന്നും തന്നെ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നിയമപ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്, ആലോചനകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. നാട്ടുകാർ പറയുന്നു ആനയെ മയക്കോട് വെച്ച് പിടികൂടണം എന്ന് പറയുന്നു. DFIയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ സംസാരം ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ് DFO നൽകുന്ന മറുപടി എന്ന് കേൾപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. നൂറുകണക്കിന് ആളുകൾ അവിടെ ഇപ്പോൾ വട്ടം കൂടി നിന്ന് DFO അജിതരാമനുമായി സംസാരിച്ചു. ഈ നിയമത്തിന്റെ മുന്നിൽ എന്തുണ്ടെങ്കിലും ഞാനത് ആ ബോഡി തീരുമാനിക്കാണ്ട് സോപ്പ് ചത്തല്ലേ ഇങ്ങോട്ടൊന്ന് എടുക്കണ്ട തീരുമാനിക്കേണ്ട സാധനം എന്റെ മീൻ നിങ്ങൾ തൊടൂല, ഞാനാ പറയണേ. നിങ്ങൾ തൊട്ടോക്കി ഞാൻ കാണിച്ചു തരാം. നിയമം ഞാൻ ഉണ്ടാക്കണേ, എന്റെ കുട്ടികളെ നിയമം ഞങ്ങൾ തീരുമാനിച്ചാൽ നിയമം നിങ്ങളൊന്ന് നോക്കി നോക്കി ഞാനൊന്ന് കാണട്ടെ. നമുക്കോ എന്തായാലും ഒരു കാര്യം 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന ആളെ കൊണ്ടേ നാളെ ആ ശ്രമം പരാജയപ്പെട്ട ആ ശ്രമം പരാജയപ്പെടുന്നതാണ് സാർ പൊതുവികാരം. ആനെ മയക്കൂടി വെക്കണം എന്നുള്ളത് പൊതുവികാരമാണ്. ഓടി കൊടുത്ത് മാറ്റും, ഓടി കൊടുത്ത് മാറ്റും. നാളെ നിങ്ങൾ എത്ര ഭയമാണ് ചോദിച്ചോ ഓടിയോടെ എന്താണ് ഈ നിയമം ഉണ്ടായിക്കോ. ഇപ്പൊ എന്റെ നിയമമാണ് നടക്കൂല. നിങ്ങളെ കേസിന് ഇത് എന്റെ നിയമമാണ് നടക്കൂല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. നിങ്ങൾ IAS